السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله القوي المتين القاهر الظاهر الملك الحق المبين، لا يخفى على سمعه خفي الأنين، ولا يعزب عن بصره أركات الجنين، ذل لكبريائه جبابرة السلاطين، وقدر وقضى بحكمته وهو أحكم الحاكمين. أحمده حمد الشاكرين، وأسأله معونة الصابرين، وأشهد أن لا إله إلا الله وحده لا شريك له، إله الأولين والآخرين، وأشهد أن محمدا عبده ورسوله المصطفى على جميع المرسلين، المؤيد بالروح الأمين وبالملائكة المنزلين، صلى الله عليه وعلى آله وأصحابه والتابعين لهم بإحسان إلى يوم الدين، وسلم تسليما كثيرا. أما بعد. മയ്യിത്ത് പരിപാലനം ഒരു പഠനം. രോഗം മുതൽ ഖബർ വരെ എന്ന ക്ലാസ്സിലെ 48ാമത്തെ ക്ലാസ്സാണ് ഇന്ന് നാം വിവരിക്കുന്നത്. 7 ക്ലാസ്സുകളിലായി നാം ഖബർ സിയാറത്തിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ഖബർ സിയാറത്ത് ചെയ്യുമ്പോൾ എന്തൊക്കെ സൂറത്താണ് ഓതേണ്ടതെന്നും ഓരോ സൂറത്ത് ഓതിയാലുണ്ടാകുന്ന അതിൻ്റെ മഹത്വവുമാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. ഇനി നിരവധി പുണ്യങ്ങൾ മറ്റ് ചില സൂറത്തുകൾ ഓതിയാലും ഉണ്ട്. അതിൽപ്പെട്ട ഒരു സൂറത്താണ് 7 പ്രാവശ്യം ഖബർ സിയാറത്ത് ചെയ്യുമ്പോൾ സൂറത്തുൽ ഖദ്ർ ഓതുക എന്നത്. സൂറത്തുൽ ഖദ്ർ എന്ന് പറഞ്ഞാൽ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ എന്ന സൂറത്ത്. ഈ സൂറത്ത് 7 പ്രാവശ്യം ഓതിയാൽ വലിയ പുണ്യമുണ്ട്. കൂടുതൽ വിശദീകരിക്കുന്നില്ല. നമ്മുടെ ക്ലാസ് മയ്യിത്ത് പരിപാലനം 48 ക്ലാസ് ആയിട്ടും പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല. ഏതായാലും 50ാമത്തെ ക്ലാസ് എടുത്തോട് കൂടി ഈ വിഷയം അവതരിപ്പിക്കണം. മറ്റൊരു വിഷയമായ വിശ്വാസിയുടെ ദിനചര്യ എന്ന ക്ലാസ് നമുക്ക് ആരംഭിക്കണം. അതിന് അല്ലാഹു തൗഫീക്ക് ചെയ്യട്ടെ. മഹാനായ സയ്യിദ് മുഹമ്മദ് ബിൻ അഹ്മദ് യഹ്യ അൽ അശ്അരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയുന്നു, ഖാല കുന്തു ബിഫൈദിൻ, ഞാൻ ഫൈദ് എന്നൊരു സ്ഥലത്തായിരുന്നു. വഹുവ ഇസ്മു മൻസിൽ മിൻ തരീഖൽ മക്ക, മക്കയിലേക്ക് പോകുന്ന വഴിയുള്ള ഒരു സ്ഥലം. ഫമശീതു മഅ അലി ബിൻ ബിലാലിൻ ഇലാ ഖബരി മുഹമ്മദ് ബിൻ ഇസ്മായിൽ ബിൻ ബസീഅ, ഞാൻ മഹാനായ അലി ബിൻ ബിലാൽ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളോടൊപ്പം ഞാൻ ഒരു ഖബർ സന്ദർശിക്കാൻ പോയി. ആരുടെ ഖബറാണ്? മഹാനായ മുഹമ്മദ് ബിൻ ഇസ്മായിൽ ബിൻ ബസീഅ തങ്ങളുടെ ഖബർ സിയാറത്ത് ചെയ്യാൻ പോയി. അങ്ങനെ അവിടെ എത്തി. അവിടെ എത്തിയപ്പോൾ ഖാല, അദ്ദേഹം പറഞ്ഞു, ഫഖാല ലി അലി ബിൻ ബിലാൽ, അലി ബിൻ ബിലാൽ എന്നോട് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയാണ്, ഖാല ലി സാഹിബു ഹാദൽ ഖബരി, ഈ ഖബറിൽ കിടക്കുന്ന ആള് എന്നോട് പറഞ്ഞു എന്ന് അദ്ദേഹത്തെ തൊട്ട് ഉദ്ധരിക്കുകയാണ്. എന്താ, വെറുതെ പറഞ്ഞതല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനി റിള അലൈഹി സ്വലാത്തു വസ്സലാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് എത്തുന്ന ഹദീസ് പറയാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ആ ഹദീസ്
ഖാല, അദ്ദേഹം പറയുന്നു, മൻ അത്താ ഖബറ അഖീഹിൽ മുഅ്മിൻ, ആരെങ്കിലും തൻ്റെ സഹോദരനായ ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഖബറിന്റെ അടുത്ത് ചെന്നാൽ, നീണ്ട ഹദീസാണ്, കൂടുതൽ പറയുന്നില്ല, അവിടെ വെച്ച് വഖറ ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്രി 7 മററാത്ത്, ആരെങ്കിലും ആ ഖബറിന്റെ അടുത്ത് വെച്ച് 7 പ്രാവശ്യം ഇന്ന അൻസൽനാഹു ഓതിയാൽ അമന യൗമുൽ ഫസഇൽ അക്ബരി, നാളെ അതിഭയാനകരമായ യൗമുൽ ഫസഇൽ അക്ബർ, ആ ഖിയാമത്ത് നാൾ മഹ്ശറയിൽ അവന് നിർഭയത്വം ഉണ്ടാകും എന്ന് ഈ മരിച്ചു കിടക്കുന്ന ഈ ഖബറിലുള്ള ആള് പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നു. അപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്ന അൻസൽനാഹു എന്നുള്ളത്. അപ്പോൾ അത് ഓതിയാൽ മയ്യത്തിന് നാളെ ആഖിറത്തിലുള്ള ഭയാനകരമായ വിഷമത്തിൽ നിന്ന് രക്ഷയുണ്ടാകും എന്ന്. അപ്പോൾ ഞാൻ ബാക്കി എല്ലാ സൂറത്തും പറഞ്ഞിരുന്നു. ഇന്നാ അൻസൽനാക്ക് പുറമെ ആയത്തുൽ കുർസി ഓതാനും, ആമന റസൂൽ ഓതാനും, ബഖറയുടെ ആദ്യ ഭാഗവും അവസാന ഭാഗവും ഓതാനും, അൽഹാഖുമ തകാസുർ ഓതാനും, ഖുൽ ഹുവല്ലാഹു ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് ഓതാനും എല്ലാ കാര്യങ്ങളും നാം പറഞ്ഞിരുന്നു. ആ കാര്യങ്ങളൊക്കെ നാം ചിന്തിക്കണം. അപ്പം അതുകൂടി ഓതുക. പിന്നെ നാം യാസീൻ സൂറത്ത് ഖബറിൻ്റെ അടുക്കുന്ന ഓതണം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിനും നിരവധി തെളിവുകൾ ഉണ്ട്. മഹാനായ മഅഖൽ ബിൻ യസാർ റളിയല്ലാഹു അൻഹു പറയുന്നു, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വയാസീനു ഖൽബുൽ ഖുർആൻ, യാസീൻ സൂറത്ത് എന്നുള്ളത് അത് ഖുർആനിൻ്റെ ഖൽബാകുന്നു, ഹൃദയമാകുന്നു. ലാ യഖ്റഉഹാ റജുലുൻ, ഓതുകയില്ല, യുരീദുല്ലാഹു തബാറക വതആല വദ്ദാറൽ ആഖിറത, അള്ളാഹുവിൻ്റെ പൊരുത്തവും ആഖിറത്തിലുള്ള കാര്യത്തിനു വേണ്ടിയും ഒരാൾ യാസീൻ സൂറത്ത് ഓതിയാൽ ഇല്ലാ ഗുഫിറ ലഹു, അവനിക്ക് അവൻ്റെ ദോഷം പൊറുത്തിട്ടല്ലാതെ ഇല്ല എന്ന്. അപ്പോൾ യാസീൻ ഓതിയാൽ ദോഷം പൊറുക്കുമെന്നും. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വഖ്റഊഹാ അലാ മൗതാക്കും, ഈ യാസീൻ സൂറത്തിന് നിങ്ങളിൽ നിന്ന് മരണപ്പെട്ടവർക്ക് വേണ്ടി നിങ്ങൾ ഓതുവീൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നു. മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആല അൻഹു തൻ്റെ മുസ്നദ് എന്ന കിതാബിൽ ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഖബറിൻ്റെ അടുത്ത് യാസീൻ ഓതണം എന്നും നമുക്ക് കെട്ടി. ഇതേപോലെ യാസീനെ കുറിച്ച് നിരവധി പറയാനുണ്ട്. മഹാനായ അനസ് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ ദഖലൽ മഖാബിറ, ആരെങ്കിലും ഖബറുകളുടെ അടുത്ത് ചെന്നു, അവിടെ പ്രവേശിച്ചു, വഖറ സൂറത്ത് യാസീൻ, അവിടെ സൂറത്ത് യാസീൻ ഓതി, എന്നാൽ ഖഫഫല്ലാഹു അൻഹും, അല്ലാഹു തആല അവനെ തൊട്ട് അദാബിനെ വളരെ ലഘൂകരിക്കും. വകാന ലഹു ബിഅദദി മൻ ഫീഹാ ഹസനാത്ത്, ഭൂലോകത്തുള്ള എല്ലാത്തിൻ്റെ ഓരോ ചെടികളുടെ എണ്ണം കൊണ്ടും, എല്ലാ ലോകത്ത് എന്തൊക്കെയുണ്ടോ അതിൻ്റെ ഒക്കെ എണ്ണം കൊണ്ട് അവനിക്ക് ഹസനാത്ത് എഴുതപ്പെടും, നന്മകൾ എഴുതപ്പെടും എന്ന്. അപ്പോൾ കാര്യം എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇത്രയും കാര്യങ്ങൾ നാം പ്രത്യേകിച്ച് ഖബർ സിയാറത്ത് ചെയ്യാൻ പോകുന്നവർ ഓതണം. ഇത് ഖബറുകാളികൾ ഏതവസ്ഥയിലാണ് ഉള്ളത്, അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഖബറാളികൾ വെറുതെ ഇരിക്കല്ല. മൽ മയ്യിത്തു ഫിൽ ഖബരി ഇല്ലാ കൽ ഗരീഖിൽ മുതഖവ്വിസ്, നാം കഴിഞ്ഞ ക്ലാസ്സുകളിൽ വിവരിച്ചു. നീന്തം അറിയാത്ത ആളുകൾ ആഴമേറിയ കടലിൽ വീണ് മുങ്ങിത്താണ് എൻ്റെ കൈപിടിക്കാൻ ആരുണ്ടെന്ന് അപേക്ഷിക്കുന്നവനെ പോലെയാണ് ഖബറിലുള്ള മയ്യത്ത്. അവൻ ഭൂമിയിലുള്ള ഹയാത്തുള്ളവരിൽ നിന്ന് ദുആകളെയും സദഖകളെയും ഓത്തുകളെയും ആഗ്രഹിക്കുന്നു എന്ന്. അപ്പം ഖബറിൽ കിടക്കുന്ന മയ്യത്ത്
കടലിൽ വീണ് അഭയം തേടുന്ന മനുഷ്യന്മാരെ പോലെയാണ് എന്ന്. മഹാനായ നമ്മുടെ എല്ലാവർക്കും അറിയുന്ന അബി അബ്ബാസ് അഹമ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു തആല അൻഹു, ഷെയ്ഖ് അബുൽ അബ്ബാസ് എല്ലാവർക്കും അറിയാം, അഹമ്മദുൽ കബീർ നമ്മൾ എല്ലാവരും പറയുന്ന റിഫായി ഷെയ്ഖ് തങ്ങൾ പറഞ്ഞ ഒരു പദ്യം, അത് അവരെ തൊട്ടും മറ്റുള്ളവരെ തൊട്ടും റിപ്പോർട്ട് ചെയ്തതായി കാണാം. ആ പദ്യത്തിൽ പറയുന്നത് കാണാം, മുലൂക്കുൽ ഖൽഖി അർബാബുർ റിആയ വനഹ്നു അബീദു ഖല്ലാഖിൽ ബറായ ഇൻ ഇഫ്തഖറു ബിദീബാജിൻ വഖസ്സി ഖനഅനാ ബിൽ മുറഖ്ഖി വൽ അബായ വഇൻ സകനു ഖുസൂറൻ ആലിയാതി സകന്നാ ഫിൽ മസാജിദ് വസ്സവായ وإن ركبوا خيولا صافنات ركبنا فوق ألواح المنايا وإن أكلوا لحوما أو شحوما أكلنا بالحشيش وبالكلايا غدا يتبين السادات منا وننظر من يكون له العطايا. എത്ര അർത്ഥഗാംഭീര്യമുള്ള അർത്ഥമാണ്. ഇതൊരു ഖബറിൽ എഴുതപ്പെട്ടതായിട്ടും പറഞ്ഞിട്ടുണ്ട്. ഒരു ഖബറിൽ പോകുമ്പോൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. എന്താണ്? മുലൂക്കുൽ ഖൽഖി അർബാബുർ റിയായ. വളരെ അർത്ഥമുള്ള ഒരു കാര്യമാണ്. ഈ ലോകത്തുള്ള സൃഷ്ടികളുടെ രാജാക്കന്മാരെ, ഈ ലോകത്ത് എത്രയോ രാജാക്കന്മാരും പണക്കാരും മുതലാളികളും ഉണ്ടാവുമല്ലോ. അപ്പോ ഈ സൃഷ്ടികളുടെ രാജാക്കന്മാരാണ് നിങ്ങൾ. നിങ്ങൾ അങ്ങനെയാണെങ്കിലോ ഞങ്ങൾ എങ്ങനെയാണ്? വനഅനു അബീദു ഖല്ലാഖിൽ ബറായ. വനഅനു ഞങ്ങൾ, അബീദു ഖല്ലാഖിൽ ബറായ, ഈ ലോകം സൃഷ്ടിച്ച അള്ളാഹുവിൻ്റെ അടിമയാണ് ഞങ്ങൾ. ആ രീതിയിലാണ് ഞങ്ങൾ ജീവിച്ചത്. ഞങ്ങൾ പടച്ചവൻ്റെ അടിമയായി ജീവിച്ചു. നിങ്ങൾ ഇവിടെ മുഴുവനും ജനങ്ങളുടെ അർബാബക്കന്മാരായിട്ടാണ് ജീവിച്ചത്. ഇനിഫ്തഖറു ബിദീബാജിൻ വഖസ്സി ഖനഅനാ ബിൽ മുറഖ്ഖി വൽ അബായ. വനിഫ്തഖറു, നിങ്ങൾ ഭയങ്കര ബമ്പ് പറയുന്നു, നിങ്ങൾ ഫഖർ പറയുന്നു, നിങ്ങൾ പൊലിമ പറയുന്നു. നിങ്ങൾ എന്നിട്ട് പട്ടുകളും മറ്റുള്ള വിലയേറിയ കട്ടിപ്പട്ടുകളും എല്ലാം കൊണ്ട് നിങ്ങൾ സുഖിക്കുന്നു, നിങ്ങൾ ഫഖർ പറയുന്നു. ഞങ്ങളോ, ഞങ്ങൾക്ക് ധരിക്കാൻ വിലയുള്ള കട്ടിപ്പട്ടോ മറ്റുള്ള പട്ടുകളോ ഒന്നും ഞങ്ങൾക്ക് ഇല്ല. ഞങ്ങളോ ഖനഅനാ ബിൽ മുറഖ്ഖി വൽ അബായ. ഖനഅന, ഞങ്ങൾ തൃപ്തിപ്പെട്ടിരിക്കുന്നു, ബിൽ മുറഖ്ഖി, കഷ്ണം വെച്ച വസ്ത്രങ്ങളെ കൊണ്ട്. കഷ്ണം വെച്ച് എത്തിച്ചാൻ കൂടി തുന്നിക്കൂട്ടിയ വസ്ത്രങ്ങളാണ് ഞങ്ങൾ തൃപ്തിപ്പെട്ടത്. വൽ അബായ, കരിമ്പുടകളും ഞങ്ങൾ ധരിച്ചു. മഹാനായ ഇബ്രാഹിം ബിൻ ഹദമൻ റളിയല്ലാഹു റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ ചരിത്രങ്ങൾക്ക് അറിയാമല്ലോ. കരിമ്പടം പതച്ചു. അങ്ങനെയാണ് ഞങ്ങൾ ജീവിച്ചത്. നിങ്ങളോ വലിയ വലിയ വിലമതിക്കാത്ത പട്ടുകളും മറ്റുമാണ് നിങ്ങൾ ഉപയോഗിച്ചത്. വഇൻ സകനു ഖുസൂറൻ ആലിയാതി സകന്നാ ഫിൽ മസാജിദി വസ്സവായ. നീണ്ട പദ്യമാണ്, ഞാൻ ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. നിങ്ങൾ ഉയർന്ന 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 വലിയ വലിയ കൊട്ടാരത്തിൽ താമസിക്കുന്നു. എന്നാൽ ഞങ്ങൾ എവിടെയാ താമസിക്കുന്നത്? സകന്നാ ഫിൽ മസാജിദി വസ്സവായ. പള്ളികളിലാണ് ഞങ്ങൾ താമസിക്കുന്നത്, മൂലകളിലാണ്, ചെരുവുകളിലാണ് ഞങ്ങൾ താമസിക്കുന്നത്, വരാന്തകളിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. ഔലിയാക്കന്മാർ താമസിക്കുന്നത് ഏതെങ്കിലും ഒരു പള്ളിൻ്റെ മൂലയിലാണല്ലോ അവർ കിടക്കുന്നത്. വഇൻ റകിബു ഖുയൂലൻ സാഫിനാതി റകബിനാ ഫൗക അൽവാഹിൽ മനായാ. വഇൻ റകിബു ഖുയൂലൻ സാഫിനാതി, വിലമതിക്കാത്ത ഇത്
ഖൈല് കുതിരകളുടെ മുകളിലാണ് നിങ്ങൾ സവാരി ചെയ്യുന്നത്, നിങ്ങൾ യാത്ര ചെയ്യുന്നത്. എന്നാൽ ഞങ്ങളോ റക്കിബിന ഫൗക അൽവാഹിൽ മനായാ, മരണത്തിൻ്റെ ഈ പലൻ്റെ മേലാണ് ഞങ്ങൾ യാത്ര ചെയ്തത്, അഥവാ മയ്യത്ത് കെട്ടലും പോലെയുള്ളത്. എന്നിട്ട് പറയുന്നു വഇൻ അക്കലു ലുഹുമൻ ഔ ശുഹൂമാ അക്കൽനാ ബിൽ അശീശി വബിൽ കലായാ. വൈൻ അക്കലു, നിങ്ങൾ തിന്നുന്നു, നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നു, ലുഹൂമൻ മാംസങ്ങളെയും വഷുഹൂമൻ അതിൻ്റെ കൊഴുപ്പുകളും ഒക്കെ നിങ്ങൾ കഴിക്കുന്നു. നിങ്ങൾ എല്ലാ മാംസങ്ങളും നിങ്ങൾ ഭുജിക്കുന്നു, കഴിക്കുന്നു, ഭക്ഷിക്കുന്നു. ഞങ്ങൾ എന്താ കഴിക്കുന്നത്? അക്കൽനാബിൽ അശീശി വബിൽ കലായ, ഞങ്ങൾ കഴിക്കുന്നത് പുല്ലുകളും ചെടികളും ആകുന്നു എന്ന്. അപ്പൊ അത്രമാത്രം പ്രയാസപ്പെട്ട് ഞങ്ങൾ ജീവിക്കുന്നു. അങ്ങനെ നീണ്ടു പറഞ്ഞിട്ട് അവസാനം അദ്ദേഹം പറയുന്നത് കാണാം, നാളെ നമുക്കറിയാം, യതബയ്യനു സാദാത്തു മിന്ന, നമ്മളിൽ നിന്ന് സാദാത്യങ്ങൾ ആരാണ് നമ്മുടെ കൂട്ടത്തിൽ നല്ലവരാണ് നാളെ നമുക്ക് അറിയാം. അവിടെ വെച്ച് അള്ളാഹുവിൻ്റെ മുമ്പിൽ വെച്ച് നമുക്കറിയാം. അള്ളാഹു തആല ആരിക്കാ തരുന്നത്? നല്ല നല്ല കാര്യങ്ങളും നല്ല നല്ല സ്ഥാനമാനങ്ങൾ നൽകുന്നത് നിങ്ങൾക്കാണോ നമ്മൾക്കാണോ എന്ന് നമ്മൾക്ക് നാളെ വ്യക്തമാകും എന്ന്. അപ്പോൾ ഔലിയാക്കന്മാർ ജീവിച്ചത് അതുപോലെയുള്ള മാർഗമാകുന്നു എന്ന്. അപ്പോൾ ഈ അവസ്ഥയാണ് ഖബറാളികളുടെ അവസ്ഥയും ഇത് വിജയിച്ച ആൾക്കാരുടെയും അവസ്ഥകളും ഇങ്ങനെയാകുന്നു. അതിനാൽ നാം എന്ത് ചെയ്യണം? പിന്നെ ആഖിറത്തിന് വേണ്ടി ജീവിക്കണം. ആഖിറത്തിന് വേണ്ടിയിട്ടാണ് നാം ജീവിക്കേണ്ടത്. അതിന് തെളിവായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എങ്ങനെയാണ് സഹാബാക്കളെ ധരിപ്പിച്ചത്? ഖബർ എന്തായിരുന്നു എന്നാണ് ധരിപ്പിച്ചത്. നാം ഓരോ സഹാബാക്കളെയും ഖബർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറടക്കിയപ്പോൾ പറഞ്ഞ കാര്യവും, തൻ്റെ സ്വന്തം മകൻ ഇബ്രാഹിം എന്ന കുട്ടി 1 വയസ്സും 10 മാസവും ഉണ്ടായപ്പോഴാണ് മരണപ്പെട്ടു പോയത്. മാരിയത്തുൽ ഖബ്തിയ്യ റളിയല്ലാഹു തആല അൻഹയിലുണ്ടായ ആ കുട്ടിയെ മരണപ്പെട്ടപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ ചരിത്രങ്ങളൊക്കെ നമ്മൾ മുൻകഴിഞ്ഞ എപ്പിസോഡുകളിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇന്നത്തെ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. എന്താണ്? അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ യുഹ്ദു ലി മൗതാക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബാക്കളോട് പറഞ്ഞു, യാ സഹാബാക്കളെ, നിങ്ങൾ മരിച്ചവർക്ക് നിങ്ങൾ ദാനധർമ്മം ചെയ്യുവീൻ, നിങ്ങൾ ദാനധർമ്മം ഹദിയ ചെയ്യുവീൻ എന്ന് റസൂലുള്ളാഹി തങ്ങൾ സഹാബാക്കളോട് പറയുകയുണ്ടായി. സഹാബാക്കൾ ചിന്തിക്കുന്നു, മരിച്ചവർക്ക് എങ്ങനെയാണ് പിന്നെ ദാനധർമ്മം ചെയ്യുന്നത്? ഹയാത്തുള്ളവർക്ക് ഹദിയ കൊടുക്കാം, മരിച്ചവർക്ക് എങ്ങനെയാ കൊടുക്കുന്നത്? അപ്പോൾ സഹാബാക്കൾ ചോദിച്ചു, ഫഖുൽനാ യാ റസൂലല്ലാഹ് വമാ ഹദിയത്തുൽ അംവാത്ത്, എങ്ങനെയാണ് മരിച്ചവർക്ക് ഞങ്ങൾ ഹദിയ കൊടുക്കുക എന്ന്. മരിച്ചവർക്ക് ഞങ്ങൾ എങ്ങനെ ഹദിയ കൊടുക്കണം? റസൂലുള്ളാഹി പറഞ്ഞു, മരിച്ചവർക്ക് നിങ്ങൾ ഹദിയ കൊടുക്കുമെന്ന്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അസ്സദഖത്തു വദ്ദുആ, മരിച്ചവർക്ക് വേണ്ടി നിങ്ങൾ സദഖ ചെയ്യുവീൻ. സദഖ അത്രമാത്രം പുണ്യമുള്ളതാണ്. മഹാനായ സഅദ് റളിയല്ലാഹു തആല അൻഹു ചരിത്രം നമ്മൾ പറഞ്ഞു. അദ്ദേഹം ചോദിച്ചു, എൻ്റെ ഉമ്മ മരിച്ചപ്പോൾ എനിക്ക് കഴിവുണ്ടായിരുന്നില്ല, ഇപ്പോൾ ഉമ്മാക്ക് എന്തെങ്കിലും ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നു, നബിയെ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, നീ സഅദേ, നീ ഒരു കിണർ കുഴിച്ചിട്ട് ഉമ്മാൻ്റെ പേരിൽ ഹദിയ ചെയ്യൂ എന്ന്. അങ്ങനെ അദ്ദേഹം അത് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അത് സദഖ ചെയ്യണം എന്നും വദ്ദുആഉ, അവർക്ക് വേണ്ടി മരിച്ചവർക്ക് വേണ്ടി ദുആ ചെയ്യലുമാണ് എന്ന്. നമ്മുടെ കൂടെയുള്ളവർ എത്ര ആൾക്കാരാണ് നമ്മളെ വിട്ടുപിരിഞ്ഞത്? നമ്മുടെ ഉസ്താദന്മാർ, നമ്മുടെ മാതാപിതാക്കന്മാർ, ബാല്യസന്താനങ്ങൾ, സ്നേഹിതന്മാർ, നമ്മളെ ഭക്ഷണം നൽകിയവർ, ഞങ്ങളെ സ്നേഹിച്ചവർ, നമുക്കെല്ലാം ചെയ്തവർ എത്ര മരണപ്പെട്ടുപോയി. അവർക്കൊക്കെ നാം ഒരു ഫാത്തിഹ എന്നും ഓതി ഹദിയ ചെയ്യണം. അതാ റസൂലുള്ളാഹി പറഞ്ഞത്, അസ്സദഖത്തു വദ്ദുആ. ഇത് ഇന്നൊന്നും ഇല്ല, പഴയ കാലത്തെ വയസ്സത്തി പെണ്ണുങ്ങളൊക്കെ ഈ കാര്യം ചെയ്യാറുണ്ട്.
എൻ്റെ ഉമ്മാൻ്റെ അനുഭവം എനിക്കറിയാം. ഞാൻ ചെറിയ വയസ്സ് മുതൽ തന്നെ, അന്ന് ഞങ്ങൾ സാമ്പത്തികമായി വലിയ പുരോഗതിയിലൊന്നും ഉണ്ടായിരുന്നില്ല. ചെറിയ ഉപ്പ ഒരു മുസ്ലിയാറായിരുന്നു. ചെറിയ മട്ടത്തിൽ ജീവിച്ച ഉമ്മ ഒരു 3 പത്തല് അല്ലെങ്കിൽ മലപ്പുറത്ത് ഭാഷയിൽ പത്തിരി ഉണ്ടാക്കിയിട്ട് പള്ളിയിലേക്ക് കൊടുത്തിട്ട് ആ പള്ളിയിലുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടി പറയും. അവിടെ അത്രേ ആൾക്കാരുണ്ടാവുള്ളൂ, 4-5 ആളുണ്ടാവും. ചിലപ്പോൾ പകുതി പത്തല് കിട്ടും. അത് തരുമ്പോൾ എൻ്റെ ഉമ്മ ഇങ്ങനെ പറയാറുണ്ട്, മരിച്ചവരുടെ ആഖിറത്തിലേക്ക് അല്ലാഹുവേ നീ ഇതിൻ്റെ സബാബിനെ കൊടുക്കുക എന്ന്. അവിടെ എപ്പോൾ എന്ത് സദക്ക ചെയ്യുന്നെങ്കിലും മരിച്ചവർക്ക് നാം സദക്ക ചെയ്യണം. ഞാൻ കഴിഞ്ഞൊരു പ്രാവശ്യം അത് പറഞ്ഞിരുന്നു. ഇൻഷാ അല്ലാഹ് മുസ്ലിം വിശ്വാസിയുടെ ദിനചര്യ എന്ന വിഷയത്തിൽ നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയാം. അപ്പോൾ മരിച്ചവർക്ക് വേണ്ടി സദക്ക ചെയ്യണം, ദുആ ചെയ്യണം. എന്നിട്ട് വഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്ന അർവാഹൽ മുഅ്മിനീൻ, നിക്ഷമായ മുഅ്മിനീങ്ങളുടെ റൂഹുകൾ തഅതി കുല്ല ജുമഅത്തിൻ ഇല സമാഇ ദുനിയാ, എല്ലാ വെള്ളിയാഴ്ചയും ഒന്നാൻ ആകാശത്തേക്ക് ആ മരിച്ച മുഅ്മിനീങ്ങളുടെ റൂഹുകൾ ഇറങ്ങി വരും. ബിഹദായി ദുവരിഹിം വബുയൂതിഹിം, അവരെ വീടിൻ്റെ അടുത്ത് നേരെ നിൽക്കും. അവരെ വീട്ടിലേക്ക് വരും, അവർ താമസിക്കുന്ന സ്ഥലത്ത് വരും എല്ലാ വെള്ളിയാഴ്ചയും. യുനാദി കുല്ലു വാഹിദിൻ മിന്നും, വന്നവരൊക്കെ വിളിച്ചു പറയും. നമ്മുടെ പിതാവ് നമ്മുടെ പുരക്ക് വരും, നമ്മുടെ ഉമ്മ നമ്മുടെ അടുത്ത് വരും. നമ്മളിൽ നിന്ന് ആരൊക്കെ മരിച്ചു പോയോ അവരുടെ കുടുംബക്കാരുടെ അടുത്തേക്ക് ആ മയ്യത്ത് വെള്ളിയാഴ്ച വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. എന്നിട്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ബിഹദായി ദുവരിഹിം വബുയൂതിഹിം, അവരെ വീടിൻ്റെ നേരെ ഡോറിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കും. യുനാദി, അവർ വിളിച്ചു പറയുന്നു. കുല്ലു വാഹിദിൻ മിന്നും, ഓരോ നാളും വിളിച്ച് ഇങ്ങനെ പറയും. എന്താണ്? ബിസൗത്തിൻ ഹസീൻ, വളരെ ദുഃഖത്തോട് കൂടിയുള്ള, വളരെ വേജാറോട് കൂടിയുള്ള, വിഷമത്തോട് കൂടിയുള്ള ശബ്ദത്തോട് കൂടി അവർ വിളിക്കും. ബാക്കീൻ, റസൂലുള്ളാഹി പറയുന്നത് കരഞ്ഞുകൊണ്ട് അവർ നിലവിളിക്കുന്നു. എന്താ അവർ പറയുന്നത്? യാ അഹ്ലി വയാ ഉൽദി വയാ അബി വയാ ഉമ്മി വയാ അഖരിബായി അലീന ഇർഹമക്കുമുല്ലാഹ്. എന്താ വിളിക്കുന്നത്? എല്ലാ വെള്ളിയാഴ്ചയും നമ്മുടെ വീട്ടിൽ വന്ന്, നമ്മൾക്ക് കേൾക്കുന്നില്ല, നമ്മുടെ മരണപ്പെട്ട മുഅ്മിനീങ്ങൾ വന്ന് പറയുന്നത്, യാ അഹ്ലി, എൻ്റെ കൂട്ടുകാരാ, എൻ്റെ കൂട്ടുകാരെ, എൻ്റെ അഹ്ലുകാരെ, എൻ്റെ കുടുംബങ്ങളെ, വയാ ഉൽദി, എൻ്റെ മോനെ, വയാ അബി, എൻ്റെ ഉപ്പ, വയാ ഉമ്മി, എൻ്റെ ഉമ്മ, വ അഖരിബായി, എൻ്റെ ചങ്ങായിമാരെ, എൻ്റെ അടുത്ത ബന്ധുക്കളെ, ഇത്തഫിഉ അലൈനാ, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി മയം ചെയ്യുവീൻ, വല്ല സദക്കയും നിങ്ങൾ ചെയ്യുവീൻ. യർഹമക്കുമുല്ലാഹ്, അല്ലാഹ് നിങ്ങൾക്ക് റഹ്മത്ത് ചെയ്യട്ടെ. ഞങ്ങൾക്ക് വേണ്ടി വല്ലതും നിങ്ങൾ ഹദിയ ചെയ്യുവീൻ, ഞങ്ങൾ സമാധാനപ്പെടുത്തുവീൻ, ഞങ്ങൾക്ക് മയം ചെയ്യുവീൻ. ബില്ലദീ കാന ഫീ ഐദീന, ഞങ്ങളുള്ളത് നിങ്ങൾ സുഖിക്കുകയാണല്ലോ, ഞങ്ങളിവിടെ വിട്ടേച്ചു പോയ ധനമുണ്ടല്ലോ, അതിൽ നിന്ന് ഞങ്ങൾക്ക് വല്ല നിങ്ങൾ സദക്ക ചെയ്യുവീൻ. ഞങ്ങൾക്കത് സദക്ക ചെയ്യാൻ പറ്റിയിരുന്നില്ല. ഞങ്ങൾക്ക് ദുനിയാവിലുണ്ടാകുമ്പോൾ അതൊന്നും സാധുക്കൾക്ക് ദാനം ചെയ്യാനും മറ്റും പറ്റിയിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ ദാനം കൊണ്ട് നിങ്ങൾ സുഖിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുവീൻ? ദാനം ചെയ്യുവീൻ. വൽ വൈലു വൽ ഹിസാബു അലൈന, ഞങ്ങൾ പ്രയാസത്തിലും വിഷമത്തിലും നാശത്തിലും കഷ്ടത്തിലും ആണ്. ഞങ്ങളുടെ മുമ്പിൽ ഉള്ളത് ഹിസാബാണ്, ആഖിറത്തിലെ ഹിസാബാണ്, ബേജാറാണ്, വെപ്രാളമാണ്. വൽ മൻഫഅത്തു ലിഗൈരിനാ, ഞങ്ങൾ ഉണ്ടാക്കിയത് മുഴുവനും ഇപ്പോൾ സുഖിക്കുന്നത് നിങ്ങളാണ്. ഞങ്ങൾ ഉണ്ടാക്കിയ മുതലും സ്വത്തും മുഴുവനും, ഞങ്ങളെ വാഹനങ്ങളും ഞങ്ങളെ സ്ഥലവും വീടും ഒക്കെ നിങ്ങളാണല്ലോ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് അഅ്തിഫൂ അലൈനാ ബിദിർഹമിൻ, ഞങ്ങൾക്ക് ഒരു ദിർഹമെങ്കിലും നിങ്ങൾ സമാധാനപ്പെടുത്തൂ, നിങ്ങൾ തരൂ, നിങ്ങൾ സദക്ക ചെയ്യുവീൻ. ഔ റഗീഫിൻ, അല്ലെങ്കിൽ ഒരു 10 കഷ്ടമെങ്കിലും നിങ്ങൾ സദക്ക കൊടുത്തിട്ട് നമ്മളെ കേൾപ്പിക്കൂ. ഞങ്ങൾക്ക് വേണ്ടി സദക്ക ഒരു 10 ഒരു റൊട്ടിയുടെ കഷ്ണമെങ്കിലും നിങ്ങൾ തന്നിട്ട് ഞങ്ങളെ ഏൽപ്പിക്കൂ.
എന്ന് വിളിച്ചു പറയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. ഔ ബികിസ്ബത്തിൻ ബികു യക്സികുമുല്ലാഹ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അല്ലാഹു തആല ധരിപ്പിച്ച ആ വസ്ത്രത്തിൽ നിന്ന് നിങ്ങൾ ഒരു വസ്ത്രം ആർക്കെങ്കിലും ദാനം ചെയ്തുകൊണ്ട് ധരിപ്പിച്ചുകൊണ്ട് ഞങ്ങളെ നിങ്ങൾ രക്ഷപ്പെടുത്തൂ. എന്നാൽ യക്സൂകുമുല്ലാഹു മിൻ ലിബാസിൽ ജന്ന, നിങ്ങൾ അല്ലാഹു തആല നിങ്ങൾക്ക് സ്വർഗത്തിൻ്റെ ലിബാസ്, വസ്ത്രം, പുടയാടകൾ അണിയിക്കട്ടെ. ഇങ്ങനെ പറയുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബാക്കളോട് പറഞ്ഞു. വിടർന്ന കൽബുകളോടും കണ്ണുകളോടുമാണ് റസൂലുള്ളാഹി തങ്ങൾ ഇത് പറഞ്ഞത്. സുമ്മ ബകാ, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൊട്ടിക്കരഞ്ഞു. സഹാബാക്കൾ പറയുന്നു, സുമ്മ ബക്കൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ വബക്കൈനാ മഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കരയുന്നത് കണ്ട്, ഈ ആഖിറത്തിൽ ഉള്ള ഖബറാളികളുടെ അവസ്ഥ കണ്ടിട്ട് റസൂലുള്ളാഹി പറഞ്ഞു കരഞ്ഞപ്പോൾ വബക്കൈനാ മഹു, ഞങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം കരഞ്ഞു, ഞങ്ങളും കരഞ്ഞു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അവർക്കൊരു ഉപദേശം കൊടുക്കുകയാണ്. സുമ്മ ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലമ, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഉലൈക ഇഖ്വാനുക്കും ഫിദ്ദീൻ, ഈ വരുന്ന ആ എല്ലാ വെള്ളിയാഴ്ചയും വന്നിട്ട് നിങ്ങളുടെ വീട്ടിൻ്റെ മുമ്പിൽ വെച്ച് നിലവിളിക്കുന്നുണ്ടല്ലോ, ഞങ്ങളെ സഹായിക്കൂ, ഞങ്ങൾക്ക് നിങ്ങൾ ഖുർആൻ ഓതി ഹദിയ ചെയ്യൂ, ഞങ്ങൾക്ക് വസ്ത്രം തരൂ, സദക്ക കൊടുക്കൂ എന്നൊക്കെ പറയുന്നവർ ഇഖ്വാനുക്കും ഫിദ്ദീൻ, അവർ നിങ്ങൾ ദീനില്ല, നിങ്ങളെ സഹോദരന്മാരാണ്. ഫസാറു തുറാബ, അവർ മണ്ണായിപ്പോയി. ഇപ്പോൾ അവർ ഖബറിൻ്റെ ഉള്ളിൽ പോയി മണ്ണായിപ്പോയി. റമീമ, അവർ നുരുമ്പി പോയി, ദ്രവിച്ചുപോയി. അവർ ബൈദസുറൂരി വന്നഈം, ദുനിയാവിൽ എത്രയോ നിഅമത്തുകളും സന്തോഷങ്ങളൊക്കെ അനുഭവിച്ചവരാണ്. അതിൻ്റെ ശേഷം അവരൊക്കെ ഖബറിൽ പോയി നുരുമ്പിപ്പോയി. പൈനാദൗന, അവർ വിളിക്കുന്നു വിൽ വൈലി വസ്സുബൂർ, കഷ്ടം കൊണ്ടും ബേജാറ് കൊണ്ടും വെപ്രാളം കൊണ്ടും നാശം കൊണ്ടും ഇതാ വിളിച്ചു പറയുന്നു. അലാ അൻഫുസിഹിം യഖൂലൂൻ, അവർ പറയുന്നു എന്താണ്? യാ വൈലനാ ലൗ അൻഫഖനാ മാ കാന ഫീ ഐദീനാ ഫീ തഅത്തില്ലാഹി വറിദ്വാനി, യാ വൈലനാ, ഞങ്ങളെ കഷ്ടമേ, ഞങ്ങൾ നഷ്ടമേ, ഞങ്ങളെ ബേജാറേ. ലൗ അൻഫഖനാ മാ കാന ഫീ ഐദീനാ, നിങ്ങളെ കയ്യിലുള്ളത് വല്ലതും കൊണ്ട് ഞങ്ങൾക്ക് നിങ്ങൾ സദഖ ചെയ്യുവീൻ. ഫീ തഅത്തില്ലാഹി വറിദ്വാനി, അള്ളാഹുവിൻ്റെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ടും അള്ളാഹുവിൻ്റെ താഴത്തിനെ ആഗ്രഹിച്ചുകൊണ്ടും ആ താഴത്തിലായി നിങ്ങൾ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിനായി നിങ്ങളെടുത്തുള്ള ധനം നിങ്ങൾ സദഖ ചെയ്യുവീൻ. മാകുന്നാ നഹ്താജു ഇലൈക്കും, ഞങ്ങളിത് പറയേണ്ടി വരുമായിരുന്നില്ല. ഞങ്ങൾ ദുനിയാവിലുണ്ടാകുമ്പോൾ ഇത് സദഖ ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾ ആവശ്യം ഞങ്ങൾക്കുണ്ടായിരുന്നില്ല. മാകുന്നാ, ഞങ്ങളായിരുന്നില്ല, നഹ്താജു ഇലൈക്കും, നിങ്ങളിലേക്ക് ആവശ്യമുള്ളവരായിരുന്നില്ല എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞപ്പോൾ പിന്നീട് റസൂലുള്ളാഹി പറയുന്നു, അങ്ങനെ ഒരു സദഖയും ഒന്നും കിട്ടൂല, ആരും ഫാത്തിഹ ഓതൂല, മരിച്ചവർക്ക് ദിക്ർ ചൊല്ലൂല, സദഖ ചെയ്യൂല. അപ്പോൾ ഫയർജൂന ബിഹസ്റത്തിൻ വനദാമാ, അവര് ബേജാറോടും കഷ്ടത്തോടും ദുഃഖത്തോടും വ്യസനത്തോടും അവർ മടങ്ങിപ്പോകും. ഒരാളും അവർക്ക് ഫാത്തിഹ ഓതിയില്ല, സദഖ ചെയ്തില്ല, ദിക്ർ ചൊല്ലിയില്ല, ദുആ ചെയ്തില്ല. അവർ ഇത്രയും നിലവിളിച്ചിട്ട് പോലും നമുക്കത് കേൾക്കുന്നില്ല. അവർ കഷ്ടത്തിൽ ബജാറിൽ പോകും. എന്നിട്ട് അവർ പറയും മുനാദൗന അസ്രിഉ സദഖത്ത, അവർ വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ ബേജാറോട് കൂടി പറയും. റസൂലുള്ള പറഞ്ഞു അസ്രിഉ സദഖത്തൽ അംവാത്ത്, നിങ്ങൾ മരിച്ചവർക്ക്, അല്ലെങ്കിൽ റസൂലുള്ള പറഞ്ഞു, അല്ലെങ്കിൽ അവർ പറയുന്നു അസ്രിഉ സദഖത്തൽ അംവാത്ത്, നിങ്ങൾ മരിച്ചവർക്ക് നിങ്ങൾ സദഖ ചെയ്യുവീൻ എന്ന്. അപ്പോൾ ഇത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഉള്ളത്. ഇങ്ങനെയുള്ള ഖബറാളികൾക്ക് നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് നാം ഖബറാളികൾക്ക് വേണ്ടി ഖബർ സിയാറത്ത് ചെയ്യുന്നത്. നമുക്കും അതിൻ്റെ കൂലിയുണ്ട്, ഖബറാളികൾക്കുമുണ്ട്. അതുകൊണ്ട് മരിച്ചു കിടക്കുന്ന നമ്മുടെ മാതാപിതാക്കന്മാരെയോ ഭാര്യമാരെയോ സന്താനങ്ങളെയോ ഉസ്താദന്മാരെയോ ആരെയും ഒരിക്കലും നമുക്കൊരു സഹായം ചെയ്തവരെ മറക്കാൻ പാടില്ല. ഒരു വഴി അറിയാതപ്പോൾ ഒരു വഴി ചോദിച്ചപ്പോൾ ഇന്ന സ്ഥലത്തേക്കാണ് വഴി എന്ന് പറഞ്ഞവർക്ക് പോലും നാം മരിച്ചാൽ അവർക്കൊക്കെ വേണ്ടി നമ്മൾ നിയത്തിൽ കരുതി നമ്മൾ അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. അള്ളാഹു അതിനെ തൗഫീഖ് ചെയ്യട്ടെ. നിങ്ങൾ എല്ലാവരും എനിക്കും ഭാര്യ സന്താനങ്ങൾക്കും മക്കൾക്കും
ഉസ്താദന്മാർക്കും എല്ലാ മുഅ്മിനീങ്ങൾക്കും വേണ്ടി ദുആ ചെയ്യണമെന്ന വസിയത്തോടു കൂടി ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നിസ്കാരം ഒരു പഠനമെന്ന ഈ ക്ലാസ് മുടങ്ങാതെ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്കും ചെയ്യുക.